ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്ന് കാപ്സിക്കം കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തന്നെ കാപ്സിക്കം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാപ്സിക്കത്തിൻ്റെ പച്ചടി കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോന്നും പരീക്ഷണം നടത്തുമ്പോഴാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് 3 സൈസ് ഞാൻ എടുത്തേക്കുന്നത്. കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പച്ചടിക്ക് വേണ്ടുന്ന കാപ്സിക്കം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 4ആയിട്ട് നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചടിയുടെ കഷ്ണം സാധാരണ ചതുരത്തിലാണ് ഇരിക്കുന്നത്. കാപ്സിക്കം നമുക്കതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 സൈസ് കാപ്സിക്കം എടുക്കുന്നുണ്ട്. എല്ലാം ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 ഇനം കാപ്സിക്കം കൂടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകളാണ്. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ സ്വല്പം നിറത്തിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കടുക് ചതച്ചതാണ്, പച്ചക്കടുക്. അപ്പോൾ സാധാരണ പച്ചടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഷ്ണമാണ് വേവിക്കുന്നത്, എന്നിട്ട് അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ ചെയ്യുന്നത് ക്യാപ്സിക്കം ആയതുകൊണ്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്തത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു ചെറിയ ക്രിസ്പിനെസ്സിനോട് കിട്ടണം, വേവിയേ ചെയ്യരുത്. അരപ്പിനകത്തൊന്ന് പുരട്ടി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തണുത്തതിന് ശേഷം തൈര് ഒഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നമ്മളൊക്കെ തൈര് ഒഴിക്കുകയാണ്. കാപ്സിക്കം പച്ചടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വെറൈറ്റീസൊക്കെ കിട്ടാനാണ് ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോട് എനേബിൾ ആക്കുക. അപ്പം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.